Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, മൂവാറ്റുപുഴ. നമുക്ക് നേരിട്ട് ഇല്ലുസ്ട്രേഷൻ 7ലേക്ക് വരാം. Raja Limited made a profit of 9,50,000 after considering the following items. Provision for tax നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റിൻ്റെ അവസാനം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം കുറേ ഡിപ്രീസിയേഷനും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. ലോസ് ഓൺ സെയിൽ ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ലെസ് ചെയ്യണം. ദെൻ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കൂടിയോ കുറഞ്ഞോ എന്നെടുത്തിട്ട് ആ ഡിഫറൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രീപെയ്ഡ് എക്സ്പെൻസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് പേയബിൾസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കുറഞ്ഞിട്ടുണ്ട്. ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1 lakh ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും ആൻസറിലേക്ക് വരാം. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറണ്ട് ഇയർ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു 9,50,000. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഡിക്രീസ് ഇൻ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി 50,000 എന്നുള്ളത് 20,000 മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ ലെസ് ചെയ്യണം. അങ്ങനെ 9,20,000 ആകും. അതിൻ്റെ കൂടെ ഈ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ 88,000 രൂപ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 1,08,000 രൂപ എന്ന് കിട്ടും. ഡിഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് ഓൺ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം. അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള കാരണം അക്കൗണ്ടൻസി അനുസരിച്ച് കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റും ടാക്സിൻ്റെ പ്രൊവിഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റും എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഈ ഡിഫേർഡ് ടാക്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ലെസ് ചെയ്യുക. ദെൻ അവിടെ നിന്ന് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിച്ചു 1,08,000. അതിൻ്റെ കൂടെ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യണം. അതിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 20,000 ഉണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് 10,000. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് 1 lakh. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 32,000. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11,70,000 കിട്ടി. അതിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമായ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് നമ്മൾ കുറച്ചു. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടി 11,55,000. അതിൻ്റെ കൂടെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നമ്മുടെ പ്രോബ്ലത്തിലില്ല. ദെൻ ആഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. ട്രേഡ് പേയബിൾ 80,000 എന്നുള്ളത് 1,02,000 ആയിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആ ഡിഫറൻസ് 22,000 രൂപ നമ്മൾ ആഡ് ചെയ്തു. ദെൻ ലെസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാകും. ട്രേഡ് റിസീവബിൾസ് 1,04,000 എന്നുള്ളത് 1,56,000 ആയി. അപ്പോൾ ഡിഫറൻസ് നമ്മൾ ലെസ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് 4,000 എന്നുള്ളത് 6,000 ആയി. അപ്പോൾ 2,000 രൂപ ഡിഫറൻസ് നമ്മൾ ലെസ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റി 68,000 എന്നുള്ളത് 40,000 മാറിയിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം. 22,000 രൂപ ലെസ് ചെയ്യണം. അങ്ങനെ മൊത്തം 82,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 10,95,000 കിട്ടും. അതിൽ നിന്നും ഈ വർഷം പേ ചെയ്തേക്കുന്ന ഇൻകം ടാക്സ് 1 lakh rupees നമ്മൾ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടും. അതാണ് 9,95,000. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി വീഡിയോസ് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.